പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം അദ്ദേഹം ഡൽഹിയിൽ വെച്ച് ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ തുടർച്ചയാണ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ആദ്യം PR ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത്. രണ്ടാമത് സെപ്റ്റംബർ മാസത്തിൽ 21-ാം തീയതി മുഖ്യമന്ത്രി അതേ കാര്യങ്ങൾ മലപ്പുറത്തെക്കുറിച്ചും സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ചുമുള്ള ഒരു പത്രസമ്മേളനം നടത്തി. 29-ാം തീയതി സെപ്റ്റംബർ 29-ാം തീയതി അദ്ദേഹം ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ കൊടുക്കാത്ത ചില കാര്യങ്ങൾ കൂടി വന്നു. ആ കൊടുക്കാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് കൊടുത്ത PR ഏജൻസിക്കെതിരായി ഒരു കേസ് കൊടുത്തില്ല. ഇപ്പോൾ ആ മൂന്ന് കാര്യങ്ങളും ഒരേ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്ത സാധനങ്ങളാണ്. സെപ്റ്റംബർ 11, 13, സെപ്റ്റംബർ 21, സെപ്റ്റംബർ 29. അതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം. ഉജ്ജ്വലമായ മതേതരത്വ മാതൃക ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പാണക്കാട് തങ്ങൾ. ഈ മുനമ്പം വിവാദമുണ്ടായപ്പോൾ എല്ലാവരും ഭിന്നിപ്പിൻ്റെ സ്വരത്തിൽ സംസാരിച്ചപ്പോൾ ആ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുൻകൈയെടുത്ത് മുസ്ലിം സംഘടനകളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആളാണ് അദ്ദേഹം. അവരോടൊപ്പം നിലകൊള്ളുന്ന ആളാണ് അദ്ദേഹം. ഒരു തരത്തിലൊരു ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് നിരന്തരമായി പറയുകയും എല്ലാവർക്കും വഴികാട്ടിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ, കാർക്കശ്യം നിറഞ്ഞ മതേതര നിലപാടെടുത്ത ഒരു വ്യക്തിയെയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത്. സത്യത്തിൽ അത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ്. ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു, തങ്ങളെ എന്താ വിമർശിക്കാൻ പാടില്ലേ? തങ്ങളെ വിമർശിക്കും. അപ്പോൾ ഇവിടെ പിണറായിയുടെ ശബ്ദവും BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ ശബ്ദവും ഒരേ ശബ്ദമാണ്. രണ്ടുപേരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ച CPM പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പാലക്കാട് അതൊരു കാരണവശാലും വിലപ്പോകില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയെ സർക്കാരിനെയും വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ഈ 3 വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ 3 വർഷക്കാലത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതുകൂടി വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും കരുതുന്നു. ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുക. എന്നോട് ചോദിച്ചു, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തട്ടെ. പക്ഷേ സർക്കാർ ധൈര്യമുണ്ടോ? ഈ സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും ഈ തെരഞ്ഞെടുപ്പെന്ന് പറയാൻ? എന്താ സ്ഥിതി? കേരളത്തിൻ്റെ രൂക്ഷമായ വിലക്കയറ്റമാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈകോ പൂട്ടലിൻ്റെ അവസ്ഥയിലാണ്. ഖജനാവ് കാലിയാണ്. 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചെക്ക് മാറില്ല. 5 ലക്ഷം രൂപ കൊണ്ട് ഒരു ഓടമണിയാൻ പറ്റുമോ? 5 ലക്ഷം താഴെയുള്ള ചെക്കുകൾ മാറിക്കൊടുക്കില്ല, മേടിച്ചു വയ്ക്കും, പിന്നെ തരാമെന്ന് പറയും. ഒരു പൈസ ഖജനാവിലില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള ക്ഷേമനിധികൾ മുഴുവൻ തകർച്ചയിലാണ്. KSRTC, സപ്ലൈകോ, ഇലക്ട്രിസിറ്റി ബോർഡ്, മുഴുവൻ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അപകടകരമായ നിലയിലാണ്. ആരോഗ്യരംഗത്ത് കാരുണ്യ ബെനവലൻ്റ് പദ്ധതി 1600 കോടി സർക്കാർ കൊടുക്കാനുണ്ട്. സ്വകാര്യ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും ഇപ്പോൾ കാസ്പ് കാർഡ് എടുക്കുന്നില്ല. ഒരാനുകൂല്യവും പാവപ്പെട്ടവർക്ക് ആരോഗ്യരംഗത്ത് ലഭിക്കുന്നില്ല. പണം സർക്കാർ കൊടുക്കാത്തതുകൊണ്ടാണ്. റോഡ് മുഴുവൻ കുഴിയാണ്. കോൺട്രാക്ടർമാർ വർക്കെടുക്കുന്നില്ല. രൂക്ഷമായ ധനപ്രതിസന്ധിയാണ്. നഷ്ടപ്പെട്ടു പോയ 30,000 കോടി രൂപ IGSTയിൽ നിന്ന് തിരിച്ചെടുക്കാൻ ധനകാര്യ വകുപ്പും ഗവൺമെൻറ്റും ഒരു ശ്രമവും നടത്തുന്നില്ല. മദ്യത്തിൽ നിന്നും ഗോൾഡിലും സ്വർണത്തിലും വലിയ നികുതി വെട്ടിപ്പ് നടക്കുകയാണ്. ബാറുകളിലും അതുപോലെ സ്വർണത്തിലും കേരളം ഇതുവരെ കാണാത്ത 10,000 കണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടക്കുകയാണ്.
ഇത്രയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ആ നികുതി വെട്ടിപ്പ് തടയാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നില്ല. ലോകത്തുള്ള മുഴുവൻ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ആരോഗ്യരംഗം താറുമാറായി. എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് ഭരണമാണ്. വൈസ് ചാൻസലർമാരില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു തരിപ്പണമായിരിക്കുന്നു. കേരളം ഇതുപോലെ പരിതാപകരമായ ഒരു അന്തരീക്ഷത്തിൽ എന്നെത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇതെല്ലാം മറച്ചുവെക്കാൻ സംഘപരിവാറുമായി ചേർന്ന് സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിന് കൊടപിടിച്ചു കൊടുക്കുകയാണ്. മുനമ്പം വിവാദം ഉണ്ടാക്കുന്നത് സംഘപരിവാറാണ്, ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത്. ആ ഭിന്നിപ്പ് ഇതിൽ തീരുമാനമെടുക്കേണ്ട സർക്കാരും വഖഫ് ബോർഡും തീരുമാനമെടുക്കാൻ മനഃപൂർവ്വം വൈകിപ്പിച്ച് ആ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കിയാണ്. ഞങ്ങൾ നേരത്തെ മുതൽ ആരോപിക്കുന്ന സംഘപരിവാർ CPM അവിശുദ്ധ ബാന്ധവം പരസ്പരം സഹായിച്ചും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ബാർട്ടർ സിസ്റ്റം പോലെ തമ്മിലുള്ള കേസുകൾ മുഴുവൻ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രചരണമാണ് പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയത്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ താഴെത്തട്ടിൽ നിന്ന് വീടുകൾ കയറിയ സ്ക്വാഡ് പ്രവർത്തകരുടെ അസസ്മെൻറ്റ് ഞങ്ങൾ കംപ്ലീറ്റ് വിശകലനം ചെയ്താണ് നല്ല ഭൂരിപക്ഷത്തിൽ 10,000-ലേറെ ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ 15,000 കടന്നുപോയാലും അത്ഭുതപ്പെടാനില്ലാത്ത ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തീ കൊടുക്കുന്നവർ, അവിടെ ക്രൈസ്തവരെ പച്ചയ്ക്ക് കത്തിക്കുന്നവർ, അവരുടെ സ്ത്രീകളെ അപമാനിക്കുന്നവർ, അവരുടെ സ്ഥാപനങ്ങൾക്ക് തീ വയ്ക്കുന്നവർ ഇവിടെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറി മുനമ്പം വിവാദം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് മണിപ്പൂരിൽ എന്താ നടക്കുന്നത്, അത് കാണുന്നില്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണം, മദർ തെരേസയുടെ ഭാരതരത്നം തിരിച്ചു വാങ്ങണമെന്നുള്ള സംഘപരിവാറിൻ്റെ ആവശ്യം, ഗ്രഹാം സെയിൻസിൻ്റെ കൊലപാതകത്തിൽ പങ്കാളിയായ ആളെ കേന്ദ്രമന്ത്രിയാക്കൽ, ഈ കഴിഞ്ഞ 10 ദിവസം മുമ്പ് വരെ ഡൽഹിയിൽ ക്രൈസ്തവ സംഘടനകളുടെ സമരമായിരുന്നു സംഘപരിവാറിനെതിരായി. അതായത് ക്രൈസ്തവർക്ക് നേരെ, അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന നിരന്തരമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അവർ കേസ് കൊടുത്തിരിക്കുക. അപ്പോഴാണ് ഇവിടെ വീട്ടിൽ കയറിയ ഒരാളാന്ന് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം. CPM 3-ാം സ്ഥാനത്ത്.